വായിക്കുന്നത് 5ാം ക്ലാസ്സിൽ നിന്നും അമയ ജോസഫ്. ലോകത്തിനു പ്രത്യാശയുടെ സന്ദേശമാണ് ആവശ്യം. പരിശുദ്ധ ലിയോ 14 പാപ്പ. വത്തിക്കാൻ സിറ്റി, ജൂലൈ 29-ാം തീയതി. യുവജന ജൂബിലിയുടെ ഉദ്ഘാടന വേളയിൽ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം മുന്നറിയിപ്പുകൾ കൂടാതെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തരത്തിലേക്ക് പാപ്പ മൊബൈലിൽ കടന്നു വരികയും യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനു വേണ്ടിയുള്ള നിങ്ങളുടെ ശബ്ദങ്ങളും ഉത്സാഹവും നിലവിളികളും ഭൂമിയുടെ അറ്റം വരെ കേൾക്കുമെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങളെല്ലാവരും ലോകത്തിൻ്റെ എല്ലായ്പ്പോഴും പ്രത്യാശയുടെ അടയാളങ്ങളായിരിക്കുമെന്നതാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. അതിരൂപതാ വാർത്തകൾ. പ്രതിഷേധ ജാഥയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ നീതി നിഷേധിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയോടും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനോടും ഉത്തരേന്ത്യയിൽ പീഡനത്തിനിരയാകുന്ന മതന്യൂനപക്ഷത്തോടും പക്ഷം ചേർന്നുകൊണ്ട് വരാപ്പുഴ അതിരൂപത സമിതി നേതൃത്വത്തിൽ എറണാകുളം നഗരത്തിൽ പ്രതിഷേധ ജാഥയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 2 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഹൈക്കോടതി ജംഗ്ഷനിലെ മദർ തെരേസ സ്ക്വയറിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ റാലി ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗത്തിൽ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ സമാപന സന്ദേശം നൽകി. ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് KLCAയുടെ മുഖ്യ നേതൃത്വത്തിൽ KRLCCയും BCCയും അതിരൂപതയിലെ മറ്റു സംഘടനകളുടെ സഹകരണത്തോടെയും എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലെ മദർ തെരേസ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച് പ്രതിഷേധ റാലിയിൽ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും അൽമായരും അഭിവന്ദ്യ പിതാക്കന്മാരും സമുദായ നേതാക്കളും സാംസ്കാരിക നായകന്മാരും പങ്കുചേർന്നു. വിശ്വാസ പരിശീലന കമ്മീഷൻ വാർത്തകൾ. സുവിശേഷ ദീപങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഇടവകതലം സമർപ്പണം ഓഗസ്റ്റ് 15-നാണ്. സാധിക്കുന്ന എല്ലാ കുട്ടികളും നേരത്തെ തന്നെ സുവിശേഷം എഴുതി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സഭാവാർത്തകൾ ഇനി അടുത്ത ആഴ്ച.